അലൈക്കും, വെൽക്കം ടു ഷാരാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ആമസോണിലുള്ള കുറച്ച് ഫുഡ് വെയർസ് ആണ് കേട്ടോ. ഞാൻ റീസെന്റ് ട്രൈ ചെയ്തിട്ടില്ല, അതായത് ഞാൻ ഒന്നും തന്നെ അൺബോക്സ് ചെയ്തിട്ടില്ല. നമുക്ക് ഒരുമിച്ച് അത് അൺബോക്സ് ചെയ്യാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോന്നും എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും കൂടുതൽ ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ ചിലത് ഞാൻ ഏതാ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് മറന്നു പോയിട്ടുണ്ട്. എനിവേ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. പിന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒന്നും തന്നെ ഒരു ഡൗട്ടും ഇല്ല. കാരണം ആമസോൺ ഇതുവരെ ട്രൈ ചെയ്തിട്ട് ക്ലോത്ത്സ് ആണെങ്കിലും ഫുഡ് വെയർസ് ആണെങ്കിലും എനിക്ക് ക്വാളിറ്റി എല്ലാം തന്നെ അതിന്റെ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 10 ഔട്ട് ഓഫ് 10 ക്വാളിറ്റിയിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ആമസോൺ ഇപ്പോൾ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഞാൻ ഈ വാങ്ങിച്ച ഫുഡ് വെയർസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിലാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് എല്ലാം കൂടിയുള്ള ഒരു ഒറ്റ ലിങ്ക് ആയിട്ടും ഉണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ചെക്ക് ആക്കി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേഗം തന്നെ അൺബോക്സ്. അപ്പം നമ്മൾ അൺബോക്സിങ് പാർട്ടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്ക് ഫസ്റ്റ് ഇത് ഞാൻ ഓൾറെഡി ഇത് ജസ്റ്റ് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയി കിടന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യണ്ട. സോ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇത് ഒരു ഞാനിവിടെ കാണിക്കുന്നതൊക്കെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഫുഡ് വെയർസ് ആണ് കേട്ടോ. അതായത് നമുക്ക് മസ്റ്റ് ഹാവ് ആണ് തോന്നിയിട്ടുള്ള ഫുഡ് വെയർ കളക്ഷനിലേക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഫുഡ് വെയർസ് ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിച്ചു തരുന്നത് നമ്മളെല്ലാവരുടെ കയ്യിലും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബേസിക് ഷെയ്ഡ്, അതായത് ബ്ലാക്കിൽ വരുന്ന ഫുഡ് വെയറും ബാഗും എല്ലാവരുടെ കയ്യിലും വേണം കേട്ടോ. കാരണം നമുക്ക് ഏതൊരു കളർ നമുക്ക് മാച്ച് ചെയ്യിക്കാൻ തോന്നിയിട്ടില്ലെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. എല്ലാ ഔട്ട്ഫിറ്റും നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ബ്ലാക്ക് ബാഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫുഡ് വെയർ ഒക്കെ ആക്സസറീസ് ബ്ലാക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് എന്തുകൊണ്ടും അത് മാച്ച് ആയി പോകും, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഷൂസ് ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വാവ്, ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ യെസ്, ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഫുഡ് വെയർ. അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനൊരു ക്ലോസർ ഷോട്ട് കാണിച്ചിടാം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, കാണാൻ പറ്റില്ലേ? നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ തോന്നുന്നു ഹീൽ ടൈപ്പിൽ വരുന്നത് വുഡ്ലാൻഡിൽ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഓഫ്ലൈനിലേക്ക് പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഹീൽസ് വരുന്നില്ല, പക്ഷേ ഒരു സെയിം സംഭവം തന്നെ എനിക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഓർഡർ ആക്കിയിട്ടുള്ളത്. ആൻഡ് ക്വാളിറ്റിയും ഭയങ്കര അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫുഡ് വെയർ. സോ നെക്സ്റ്റ് കാണിച്ചേ. ഓക്കെ, എൻ്റെ സൈസ് 6 ആണ്. ഇന്ത്യൻ സൈസിൽ നോക്കുവാണെങ്കിൽ 6 ആണ്. 6 വരുമ്പോൾ 38 അങ്ങനെയാണ് മറ്റേൽ വരുന്നത്. സോ നിങ്ങളുടെ സൈസ് അനുസരിച്ച് വാങ്ങിക്കുന്നത്. ജസ്റ്റ് എൻ്റെ സൈസ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സൈസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഫുഡ് വെയർ സൈസ് അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചാർട്ട് പോലെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫുഡ് വെയർ, എന്തായാലും ഒരു ഫുഡ് വെയർ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സൈസ് നോക്കാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ 6 അങ്ങനെ 6, 5 ആ രീതിയിലാണ് കൂടുതലും കാണാറ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ഫുഡ് വെയറിൽ 38 അങ്ങനെയുള്ള ഒരു സൈസാണ് വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു സൈസിലേക്ക് നിങ്ങൾക്ക് അതിനെ നോക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ അതാണ് നമ്മളെ ഫസ്റ്റത്തെ ഫുഡ് വെയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 10 ഔട്ട് ഓഫ് 10 ആണ് ഞാൻ അതിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാം. യെസ്, നെക്സ്റ്റ് അഗെയിൻ ഒരു മസ്റ്റ് ഹാവ് ഐറ്റമാണ് കാണിക്കുന്നത്. ഒരു ബേസിക് എന്താ പറയുക, ഇറ്റ്സ് എ ട്രാൻസ്പാരൻറ്റ് ഹീൽസ് ആണ് കേട്ടോ. ട്രാൻസ്പാരൻ്റ് ആയിട്ട് സ്റ്റാപ്പ് വരുന്ന ഒരു ഹീലാണ്. ഹീൽസ് ഓൾസോ ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് വരുന്നത്. വാവ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഫുഡ് വെയർ. ഇതും എല്ലാവരുടെ കയ്യിലും ഇപ്പം നോക്കുവാണെങ്കിൽ കറന്റ് എല്ലാവരുടെ കയ്യിലും ഇങ്ങനെയുള്ളൊരു ഫുഡ് വെയർ എന്തായിട്ടുണ്ടാവും. കാരണം ഈ ഒരു ഫുഡ് വെയർ ഇതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു ട്രാൻസ്പെറൻറ്റ് ഹീൽസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആക്ച്വലി അതുള്ള സമയത്ത് എനിക്കൊരു കുർത്ത സെറ്റ് സ്റ്റൈൽ ചെയ്യുന്ന സമയത്തും ഒരു ജീൻ ടോപ്പ് ലൈക്ക് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് മാച്ചായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാവരുടെ കയ്യിലും ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള. ഇത് ഹീലാണ് കേട്ടോ, ഹീലുള്ളതാണ് വരുന്നത്, അത്യാവശ്യം ഹീല് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു ഫുഡ് വെയർ ഉണ്ടെങ്കിൽ നല്ലതാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, ഇതിൻ്റെ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ഫുഡ് വെയർ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഫുഡ് വെയർ. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് വേണ്ട, നമുക്ക് ഇത് അൺബോക്സ് ചെയ്യും. ഇത് കുറച്ചുകൂടി ഒരു ക്യൂട്ട് പാക്കേജിങ്, ലൈക്ക് ഇതിന്നൊക്കെ കുറച്ച് അതൊരു ബ്രൗൺ ബോക്സ് ആയിട്ടല്ല വന്നത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പേസ്റ്റൽ കളറിലൊക്കെയാണ് വന്നിട്ടുള്ളത്. യെസ്, ഇതാണ് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത്. വാവ്, അടിപൊളി കേട്ടോ. വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല കേട്ടോ ഇതിന്. അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ലൈക്ക് ഒരു കവേർഡ് ആയിട്ട് വരുന്ന ഒരു ഷൂ ടൈപ്പിൽ മൊത്തം കവേർഡ് ആയിട്ട് വരുന്നതാണ്. ബാക്ക് ഓപ്പൺ ആയിട്ട് ജസ്റ്റ് ഒരു സ്റ്റാപ്പ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ബാക്ക് ഓപ്പൺ ആയിട്ട് ഫ്രണ്ട് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് ടൈപ്പ് ഒക്കെ പോലെ തോന്നും വെയർ ചെയ്ത് കഴിഞ്ഞാൽ. അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. വാവ്, ഇതിൻ്റെ ഈ ഒരു കവറിലൊക്കെയാണ് വന്നിട്ടുള്ളത്. മറ്റതൊക്കെ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനത്തെ കവറാണല്ലോ, പക്ഷെ ഇത് വന്നിട്ടുള്ളത് ലൈക്ക് നമ്മൾ ആ ഒരു ബ്രാൻഡഡ് ഫുഡ് വെയറിൻ്റെ ഒക്കെ ഇതുണ്ടാവില്ലേ കവർ, ലൈക്ക് ഒരു ക്ലോത്ത് അതിലാണ് വന്നിട്ടുള്ളത്. സോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിന് വേറെയും 2 കളർ, ബ്രൗൺ ആൻഡ് വേറൊരു കളർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു ബേസിക് ഷെയ്ഡ് ബ്ലാക്കും ബ്രൗണും നല്ലതാണ്, ബേസിക് ഷെയ്ഡ്സ് ആണ്. സോ ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളി അല്ലേ, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മൈക്ക് പെട്ടെന്ന് ഓഫായിപ്പോയി. അപ്പോൾ എനിക്ക് വോയിസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെവിടെയും പറഞ്ഞു നിർത്തിയത് ഈ ഒരു ഫുഡ് വെയറിനെ പറ്റിയിട്ടാണ്. ഇത് നമുക്കൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ, ലൈക്ക് മാക്സി ഡ്രസ്സസിൻ്റെ കൂടെ, കാഫ് ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സസിൻ്റെ കൂടെ, അതേപോലെ സ്കേർട്ടിൻ്റെ കൂടെ, ബാഗി ഫിറ്റ് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫുഡ് വെയർ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വലിയ പ്രൈസൊന്നും ഇതിന് വരുന്നില്ല. സോ ബേസിക് ഷെയ്ഡും ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ബ്രൗൺ ഷെയ്ഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഫുഡ് വെയർ. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് നമുക്കൊരു നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കൊരു പാർട്ടി വെയർ ഹീൽസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഇത് കുറച്ചൊരു ഹെവി പാർട്ടി വെയർ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയാണ് നല്ലത്. ഓക്കെ, ഇതൊരു സ്റ്റോണിൽ വന്നിട്ടുള്ള ഹീൽസ് ആണ്. സ്റ്റോൺ സ്റ്റാപ്പാണ് വന്നിട്ടുള്ളത്. 2 സ്റ്റാപ്പായിട്ടാണ് വരുന്നത്. കുറച്ച് സിമ്പിളാണ് എന്നാൽ ഒരു എലഗൻറ്റ് ലുക്കിൽ വരുന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പിക്ചറിൽ കണ്ടതിലും എനിക്കിത് ഈ കയ്യിൽ കിട്ടിയപ്പോഴാണ് കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. ഒരു പാർട്ടി വെയർ ഹീൽസ് ഞാൻ കുറച്ചായി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി വാങ്ങിച്ചിട്ടുള്ളത്. സോ ഞാൻ പിക്ചറിൽ കണ്ടതിലും ഞാനിതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര അധികം സാറ്റിസ്ഫൈഡ് ആയി. ഒരു ഗോൾഡ് കളറിലും അതേപോലെ റോസ് ഗോൾഡ് ഷെയ്ഡിലും അവൈലബിൾ ആണ്. സോ ഇത് ഞാൻ ഗോൾഡിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡ് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ, റോസ് ഗോൾഡ് ഓൾസോ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് മാച്ച് ചെയ്ത് പോകുന്നതാണ്. പിന്നെ ഞാൻ ഗോൾഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷിങ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിട്ടോ. പിക്ചറിൽ കണ്ടതിലും ഇത് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹീൽസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഹീല് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയാണ്. ഒരു ബ്ലോക്ക് ഹീലാണ്. ഞാൻ ഇതുവരെ കാണിച്ചതൊക്കെ ബ്ലോക്ക് ഹീലാണ്. ഇനി അടുത്തത് കാണിക്കുന്നത് ഒരു പോയിന്റ് ഹീലാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പോയിന്റ് ഹീലാണ്. കാഷ്വലായിട്ടും ഈവൻ ഒരു ഫെസ്റ്റീവ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ഒക്കെ ഒരേപോലെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ് ഹീലാണ് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഫുഡ് വെയർ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ലിങ്കും ഇതൊക്കെ നമ്മളെ ഫുഡ് വെയറിൽ ഒന്നെങ്കിലും ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് മതി, കുറേ ഒന്നും വേണ്ട. ഒന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇടയ്ക്കല്ല നമ്മൾ എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് ലൈക്ക് ഒരു ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹീൽ ഉണ്ടെങ്കിൽ അത് മതി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്നും നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ്, ഇത്രയും ഫുഡ് വെയർസ് ആണ് ഞാൻ ആമസോണിൽ ട്രൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് സെയിലിൻ്റെ കാര്യം അറിയാലോ, ഈ ഒരു ടൈമിനാകുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൈസ് കുറവിൽ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. എല്ലാം ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ 10 out of 10 റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെ ലിങ്കും സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും. ഇനിയിപ്പോൾ എല്ലാ ഫുഡ് വെയർസും തന്നെ ഒറ്റ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും കിട്ടുന്ന രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമാകുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ.
ഇത്രയും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ. സോ സി ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.